Dear friends, Assalamu alaikum wa rahmatullahi wa barakatuhu. How's today? Hope you all are doing well. Alhamdulillah. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആരാണ് ഒരു നല്ല കുട്ടി? ആരാണ് ഒരു നല്ല സ്റ്റുഡൻറ്റ്? I am repeating the question. According to you, who is a good student? ഏറ്റവും നല്ലൊരു കുട്ടി ആരാണ്? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളിൽ പലർക്കും പല ആൻസേഴ്സ് ഉണ്ടാവും അല്ലേ? ഏതായാലും നിങ്ങളൊക്കെ ഗുഡ് സ്റ്റുഡൻസ് അല്ലേ? മാഷാ അല്ലാ, ഐ എം ഷുവർ നിങ്ങളൊക്കെ നല്ല സ്റ്റുഡൻസ് ആണെന്ന് എനിക്കറിയാം. അൽഹംദുലില്ലാ. ഗുഡ് സ്റ്റുഡൻസിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിലേറ്റവും നല്ല ക്വാളിറ്റി എന്നത് നമ്മുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കാറില്ലേ? ഉപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കുന്നവരാണ് ഏറ്റവും നല്ല കുട്ടികൾ, ഏറ്റവും നല്ല സ്റ്റുഡൻസ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്ക് ഒരുപാട് ഹെൽപ്സ് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫുഡ്, നമുക്ക് വേണ്ട ഡ്രസ്സ്, നമ്മുടെ ഹൗസ്, എഡ്യൂക്കേഷൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ പേരൻസാണ്. നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഉമ്മ വളർത്തിയത്. നമുക്ക് വേണ്ടി ഉമ്മയുടെ എത്ര ഉറക്കം പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വീട്ടിലെ ഓരോ കുഞ്ഞു വാവകളെ അവരുടെ ഉമ്മമാർ നോക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ നോക്കിയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഇന്നും കൂടി നമ്മുടെ ഉമ്മയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത് അല്ലേ? നമുക്ക് വേണ്ടി ഉമ്മ എത്ര കാലമായി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അല്ലേ? എത്ര വർഷങ്ങൾ നമുക്ക് വേണ്ടി ഉമ്മ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുന്നു, നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ എന്നും ജോലിക്ക് പോകുന്നത് നിങ്ങൾ കാണാറില്ലേ? നമ്മളൊക്കെ നല്ല ഉഷാറായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഉപ്പയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന നമ്മുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ നല്ല ഗുഡ് സ്റ്റുഡൻസ്, നല്ല സ്റ്റുഡൻസ് ആയിട്ട് മാറുള്ളൂ. ഉമ്മയും ഉപ്പയും പറഞ്ഞത് നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ബാഡ് സ്റ്റുഡൻസായി മാറും. ഫ്രണ്ട്സ്, നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് ചെയ്തു തന്ന ഹെൽപ്പിനേക്കാൾ ഒരുപാട് ബ്ലെസ്സിങ്സ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അള്ളാഹു നൽകിയ ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ അല്ലേ? നമുക്ക് നൽകുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹുവിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ് അല്ലേ? നമ്മളെന്നും കുടിക്കുന്ന വെള്ളം, വാട്ടർ അള്ളാഹുവിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണുകൾ, നിങ്ങളിപ്പോൾ സാറ് പറയുന്നത് കേൾക്കുന്ന ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ കൈകൾ, കാലുകൾ, ബോഡി പാർട്സ്, നമുക്ക് നന്നായി ചിന്തിക്കാനുള്ള കഴിവ് നൽകിയ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹൃദയം, അങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ബ്ലെസ്സിങ്സ് നൽകിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നാം അള്ളാഹു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം. നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്രത്തോളം ബ്ലെസ്സിങ്സ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഈ ബ്ലെസ്സിങ്സിനൊക്കെ നമ്മൾ താങ്ക്സ് പറഞ്ഞാലുള്ള ബെനിഫിറ്റ് നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ ലെവലിൽ നമ്മൾ സൂറത്തുൽ ഇബ്രാഹിമിലെ ഒരു ആയത്ത് നമ്മൾ പഠിച്ചിരുന്നു. സൂറത്തുൽ ഇബ്രാഹിമിലെ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 7 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലഇൻ ശകർത്തും ലഅസീദന്നകും. അർത്ഥം ഓർമ്മയുണ്ടോ? ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ ബ്ലെസ്സിങ്സ്. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ബ്ലെസ്സിങ്സ് തരുമെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫ്രണ്ട്സ്, അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് നന്ദി കാണിക്കുക? യെസ്, അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് 5 ടൈംസ് സലാ, 5 നേരമുള്ള നമസ്കാരം. 5 നേരവും നമ്മൾ അള്ളാഹുവിനോട് താങ്ക്സ് പറയാനും അള്ളാഹുവിനെ ഓർക്കാനും വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ബ്ലെസ്സിങ്സ് നമുക്ക് നൽകിയ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള, അള്ളാഹു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറഞ്ഞിട്ടുള്ള, അള്ളാഹു നമ്മളോട് സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള നമസ്കാരം നമ്മൾ ഒരിക്കൽ പോലും ഒഴിവാക്കരുത്. ഡിയർ ഫ്രണ്ട്സ്, so if you want to become good students, we have to obey Allah subhanahu wa ta'ala and we have to pray 5 times. എല്ലാവരും നമസ്കരിക്കൂലേ അല്ലേ? ഇത്രയും ബ്ലെസ്സിങ്സ് നമുക്ക് നൽകിയ അള്ളാഹു പറഞ്ഞതിന് നമ്മൾ അനുസരിക്കാണ്ടിരിക്കുമോ? ഇല്ല. നമ്മളൊക്കെ
ഒക്കെ 5 ടൈംസ് നിസ്കരിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു സിമ്പിൾ ടാസ്ക് ഉണ്ട്. സിമ്പിൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജേണൽ റൈറ്റിംഗ് ആണ്. ജേണൽ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ എഴുതുന്നതിന് നമുക്ക് ജേണൽ റൈറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ജേണൽ റൈറ്റിങ്ങിലേക്ക് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ സാർ പറഞ്ഞുതരാം. എന്തൊക്കെ എഴുതേണ്ടതെന്നറിയോ? ഒന്നാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഐ ആം എ ഗുഡ് സ്റ്റുഡൻറ്റ്, ഞാനൊരു നല്ല സ്റ്റുഡൻ്റാണ്. രണ്ടാമത് എഴുതേണ്ടത് ഐ വിൽ ഓൾവേസ് താങ്ക് അള്ളാഹ് ഫോർ ഓൾ ബ്ലെസ്സിങ്സ്, അള്ളാഹു എനിക്ക് നൽകിയ എല്ലാ ബ്ലെസ്സിങ്സിനും ഞാൻ അള്ളാഹിനോട് താങ്ക്സ് പറയും. പിന്നെയോ ഐ വിൽ ഒബേ മൈ അള്ളാഹ്സ് കമാൻഡ്മെൻറ്റ്സ്, എൻ്റെ അള്ളാഹുവിൻ്റെ എല്ലാ കമാൻഡ്മെൻറ്റ്സും ഞാൻ ഒബേ ചെയ്യും. പിന്നെന്താ എഴുതേണ്ടത്? ഐ വിൽ പ്രേ 5 ടൈംസ്, ഞാൻ 5 നേരം നമസ്കരിക്കും. ഐ വിൽ നെവർ മിസ് പ്രെയർ, ഞാൻ ഒരിക്കൽ പോലും നമസ്കാരം ഒഴിവാക്കില്ല ഇൻഷാ അല്ലാ. എന്തൊക്കെ എഴുതേണ്ടത്? ഐ ആം എ ഗുഡ് സ്റ്റുഡൻറ്റ്, ഐ വിൽ ഓൾവേസ് താങ്ക് അള്ളാഹ് ഫോർ ഓൾ ബ്ലെസ്സിങ്സ്, ഐ വിൽ ഒബേ മൈ അള്ളാഹ്സ് കമാൻഡ്മെൻറ്റ്സ്, ഐ വിൽ പ്രേ 5 ടൈംസ്, ഐ വിൽ നെവർ മിസ് പ്രെയർ ഇൻഷാ അല്ലാ. എന്തിനാണ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുന്നതെന്നറിയോ? എന്തിനാണ് നമ്മൾ ജേണലൊക്കെ എഴുതുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ജേണൽ എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ എന്തായിരുന്നു? നമ്മൾക്ക് അള്ളാഹു നൽകിയ ബ്ലെസ്സിങ്സിന് നമ്മൾ നന്ദി കാണിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ നന്ദി കാണിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വേ, നന്ദി കാണിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5 നേരം നമസ്കരിക്കലാണെന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ. അപ്പോൾ അള്ളാഹു പറഞ്ഞത് അനുസരിക്കുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, 5 ടൈംസ് നിസ്കരിക്കുന്ന നല്ല മക്കളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.